എല്ലാവർക്കും ഇടെക് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ CCTV സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന സ്റ്റോറേജിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടുതലും ഹാർഡ് ഡിസ്കുകൾ നമ്മൾ പണ്ട് മുതലേ കണ്ടിട്ടും അതുപോലെ ഉപയോഗിച്ചിരുന്നതൊക്കെ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പിലും മറ്റുമൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡെസ്ക്ടോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന അതേ ഹാർഡ് ഡ്രൈവ് ആണോ നമ്മുടെ NVRലോ അല്ലെങ്കിൽ DVRലൊക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയല്ല. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ യൂസ് ചെയ്യുന്ന ഹാർഡ് ഡ്രൈവ് അല്ല നമ്മുടെ DVRലോ NVRലൊക്കെ യൂസ് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പിൽ യൂസ് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് ഹാർഡ് ഡ്രൈവുകളാണ്. അതേസമയം തന്നെ നമ്മുടെ NVRലും അതുപോലെ DVRലും യൂസ് ചെയ്യുന്നത് സർവൈലൻസ് ഹാർഡ് ഡിസ്കുകളാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ പല ആൾക്കാർക്കുള്ളൊരു സംശയം, എന്തുകൊണ്ട് നമ്മുടെ ഡെസ്ക്ടോപ്പ് ഹാർഡ് ഡിസ്കുകൾ DVRൽ യൂസ് ചെയ്തുകൂടാ, എന്തായാലും ഹാർഡ് ഡിസ്കുകൾ തന്നെയല്ല എല്ലാതും എന്നുള്ളൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, രണ്ടിലും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസുകൾ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടറുകളുടെ വർക്കിംഗ് സമയം, എത്ര സമയം അത് വർക്ക് ചെയ്യും? മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 12 hours എന്ന് കണക്ക് കൂട്ടാം. നമ്മളിപ്പോൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 12 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാം. അതേസമയം നമ്മളൊരു ഓഫീസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം പോയി ഒരു 10 മണിക്കൂർ, അതും ഞായറാഴ്ചകളിൽ അവധിയും കൂടി ആകുമ്പോൾ ആഴ്ചയിൽ 6 ദിവസം വർക്ക് ചെയ്യും, ബാക്കിയുള്ള സമയം അത് വർക്ക് ചെയ്യുന്നില്ല. അതേസമയം നമ്മുടെ NVRും DVRൻ്റെ ഒക്കെ ഒരു കാര്യം എന്താ, ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്യാറുണ്ടോ ആരെങ്കിലും? ഇത് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റ് അത് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത് 24/7 അത് വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇത് ഓഫ് ആവുന്നില്ല, സ്ലീപ്പ് മോഡ് ഒന്നുമില്ല. അതേസമയം തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പ് ഹാർഡ് ഡിസ്ക് ആണെന്നുണ്ടെങ്കിലോ, ആ ഹാർഡ് ഡിസ്കിനകത്ത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല സിസ്റ്റം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലീപ്പിലേക്ക് പോകും. അപ്പോൾ അതിന് റെസ്റ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, വല്ലാതെ ഓവർ ഹീറ്റ് ആവുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതേസമയം നമ്മുടെ DVRലാണെന്നുണ്ടെങ്കിൽ 24/7 അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓഫ് ആവാറില്ല. പവർ ഔട്ടേജൊക്കെ എപ്പോഴെങ്കിലും വന്നാൽ ചിലപ്പോൾ ഒന്ന് ഓഫ് ആവുന്നല്ലാതെ അല്ലാതെ അത് ഓഫ് ആവുന്ന ഒരു പരിപാടിയില്ല. സ്ലീപ്പ് മോഡില്ല. കാരണം എന്താ വെച്ചാൽ ഈ ക്യാമറയിൽ നിന്ന് വരുന്ന എല്ലാ ഫൂട്ടേജും കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ DVRലൊക്കെ നമ്മൾ റേറ്റിംഗ് ആണ് കൂടുതൽ ചെയ്യുന്നത്. DVRകൾ എപ്പോഴും നമ്മുടെ ക്യാമറയിൽ നിന്ന് വരുന്ന ഇമേജ് റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. റീഡിംഗ് അല്ല നടക്കുന്നത്, റേറ്റിംഗ് ആണ് കൂടുതൽ നടക്കുന്നത്. 90% റേറ്റിങ്ങിലേക്കാണ് പ്രിഫറൻസ്. റീഡിങ് നമ്മൾ എപ്പോഴെങ്കിലും ഒരു പ്ലേ ബാക്ക് നോക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് റീഡിംഗ് എന്നുള്ള പ്രോസസ്സ് നടക്കുക. ഇപ്പോൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിൽ എന്താ നടക്കുന്നത്? റീഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരു സിസ്റ്റം മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കുറേ ആപ്ലിക്കേഷൻസും ഗെയിമും കാര്യങ്ങളൊക്കെ ഇടും. അതിനുശേഷം എന്താ നമ്മൾ ചെയ്യുക? ഇതെല്ലാം ഈ ഇൻസ്റ്റാൾ ചെയ്ത ഫയലാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണ് റൈറ്റിംഗ് നടക്കുന്നത്? എന്തെങ്കിലും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു, എന്തെങ്കിലും കോപ്പി ചെയ്തിടുന്നു, അല്ലെങ്കിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് റൈറ്റിംഗ് എന്നുള്ള ഒരു റേറ്റിംഗ് എന്നുള്ള കാര്യം നമ്മുടെ ഡെസ്ക്ടോപ്പ് PCകളിൽ നടക്കുന്നത്. അപ്പോൾ ആ ഡെസ്ക്ടോപ്പിൽ ഉണ്ടാക്കുന്ന ഹാർഡ് ഡ്രൈവിന് എപ്പോഴും പ്രിഫറൻസ് കൂടുതൽ എന്താ, അതിൻ്റെ വർക്കിൽ ലോഡ് വരുന്നത് മൊത്തം റൈറ്റിങ്ങിലല്ല, റീഡിങ്ങിലാണ്. അത് റീഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ റീഡിങ്ങിലാണ് പ്രിഫറൻസ് ഡെസ്ക്ടോപ്പ് ഹാർഡ് ഡിസ്കുകൾ. അതേസമയം നമ്മുടെ NVRലും DVRലും യൂസ് ചെയ്യുന്ന സർവൈലൻസ് ഹാർഡ് ഡിസ്കുകൾക്ക് അതിന് കൂടുതലും റൈറ്റിങ്ങിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അതുകൂടാതെ തന്നെ നമ്മൾ ഡെസ്ക്ടോപ്പ് ഹാർഡ് ഡ്രൈവുകളിൽ നോക്കിയാൽ അതിന് ഒരു 60% അല്ലെങ്കിൽ 50%, ഇനി മാക്സിമം പോയി കഴിഞ്ഞാൽ 70% ആയിരിക്കും അതിൻ്റെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക. അതിൻ്റെ സ്ഥലം, ആ ഡ്രൈവിൻ്റെ ഇപ്പോൾ 2 GB ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 TB ആണെന്നുണ്ടെങ്കിൽ ആ 2 TB ഹാർഡ് ഡ്രൈവ് ഫുള്ളായിട്ട് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യില്ല. ഡെസ്ക്ടോപ്പിലൊന്നും സാധാരണ കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല, ഒരു 70% മാക്സിമം. അതേസമയം നമ്മുടെ DVRലോ NVRലോ നോക്കിയേ എന്താ സംഭവിക്കുന്നത്? ഫുൾ 100% യൂട്ടിലൈസേഷനാണ്. അതുകൂടാതെ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെപ്പോൾ നോക്കിയാലും ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. ഫ്രീ സ്പേസ് ഇല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സർവൈലൻസ് ഹാർഡ് ഡിസ്കുകൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉപയോഗിക്കുന്നത്. അതേസമയം ഡെസ്ക്ടോപ്പ് ഹാർഡ് ഡിസ്കിന് അത്രയും വർക്ക് ചെയ്യാനില്ല. ഈ രീതിയിൽ ഒരു എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്താൽ അത് വേഗം കംപ്ലൈൻ്റ് ആവും. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയാം, റേറ്റിംഗ് പ്രിഫറൻസ് കുറവുള്ളൊരു ഡ്രൈവ് എടുത്തിട്ട് നമ്മുടെ
ഡെസ്ക്ടോപ്പ് റേറ്റിംഗ് പ്രിഫറൻസ് കുറവാണ് ഡെസ്ക്ടോപ്പ് ഹാർഡ് ഡിസ്കുകൾ. ആ ഡ്രൈവ് എടുത്ത് നമ്മുടെ CCTV സർവൈലൻസ് സിസ്റ്റത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ വരുന്ന ഇമേജുകൾ ഇപ്പോൾ സാധാരണ ക്യാമറകളിൽ നിന്ന് വരുന്നത് ഒരു സെക്കൻഡിൽ 20 ഫ്രെയിം വെച്ചിട്ടാണ് 20 പിക്ചറായിട്ടാണ് വരുന്നതെങ്കിൽ ഈ നമ്മുടെ DVRൽ ഇത് വരുന്നു. DVR ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് ഡിസ്കിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിന് അത്രയും റേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കുന്ന കുറേ ഫ്രെയിമുകൾ ഇന്ന് കട്ടായി പോകും. നമ്മളറിയില്ല, നമ്മൾ ശരിക്കും സൂക്ഷിച്ച് നോക്കുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുക കുറേ ഫ്രെയിമുകൾ ഇന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സർവൈലൻസ് സിസ്റ്റം വെക്കുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്രധാന ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു CCTV വെക്കുന്നതിന് പ്രധാന കാര്യം എല്ലാവർക്കും അറിയാം, നമുക്കൊരു എവിഡൻസ്, നമുക്കൊരു ഇമേജ് എവിഡൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ ഫ്രെയിമുകൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചിലപ്പോൾ കുറേ ഭാഗങ്ങളായിരിക്കും ഇതിനകത്തുനിന്ന് പോവുക. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർവൈലൻസിന് വേണ്ടി മാത്രമായിട്ട് കമ്പനികൾ സർവൈലൻസ് ഹാർഡ് ഡിസ്ക് ഇറക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും CCTV സിസ്റ്റത്തിൽ NVRൽ ഓർ DVRൽ നമ്മൾ എപ്പോഴും സർവൈലൻസ് ഹാർഡ് ഡിസ്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ സാധനം മേടിക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ സപ്ലയറുടെ അടുത്ത് പ്രത്യേകം ഈ കാര്യം പറയണം, ഞങ്ങൾക്ക് സർവൈലൻസ് ഹാർഡ് ഡിസ്ക് തന്നെ വേണം. അപ്പോൾ അവർ തരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഓരോ ബ്രാൻഡിൻ്റെയും സർവൈലൻസ് ഹാർഡ് ഡിസ്കിന് ഓരോ പേരാണ്. ഇപ്പോൾ WD ആണെങ്കിൽ പർപ്പിൾ സീരീസ് ആണെന്ന് പറഞ്ഞിട്ട് വരിക. അതേസമയം Seagate ആണെന്നുണ്ടെങ്കിൽ സ്കൈ ഹവാക്ക് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. തോഷിബ ആണെന്നുണ്ടെങ്കിൽ AV എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഓരോ ബ്രാൻഡും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബ്രാൻഡുകളുടെയൊക്കെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും, ഏതാണ് ഹാർഡ് ഡിസ്ക് സർവൈലൻസ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നോക്കി അത് മേടിക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ഡെസ്ക്ടോപ്പ് ഹാർഡ് ഡിസ്കും നമ്മുടെ CCTVയിൽ യൂസ് ചെയ്യുന്ന ഹാർഡ് ഡ്രൈവും വ്യത്യാസങ്ങളുണ്ട്. അത് ആ ഡെസ്ക്ടോപ്പിലേക്ക് ഉപയോഗിക്കുന്ന ഹാർഡ് ഡ്രൈവ് ഡെസ്ക്ടോപ്പിലേക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ DVRൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ NVRൽ യൂസ് ചെയ്യുന്നത് സർവൈലൻസ് ഹാർഡ് ഡിസ്ക് ഓൺലി ഫോർ വീഡിയോ സർവൈലൻസിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡ്രൈവുകളാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ സർവൈലൻസ് ഹാർഡ് ഡിസ്കുകൾ ഒരു 3 ഇയർ വാറൻറ്റിയോടുകൂടിയാണ് വരിക. അതേസമയം ഡെസ്ക്ടോപ്പ് ഹാർഡ് ഡിസ്കുകൾക്കൊക്കെ 2 ഇയർ വാറൻറ്റിയാണ് ഉണ്ടാവുക. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റിയിലെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫ്രെയിം പോലും മിസ്സാവാതെ റൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ സർവൈലൻസ് ഹാർഡ് ഡിസ്കുകൾക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സർവൈലൻസ് സിസ്റ്റത്തിലേക്കായിട്ട് സെപ്പറേറ്റ് തന്നെ ഹാർഡ് ഡ്രൈവുകൾ ഇപ്പോൾ കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ചില DVR ഇപ്പോൾ AI സീരീസിൽ DVR ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന DVRകൾ വരുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഫേസ് ഡിറ്റക്ഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ NVRകളൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ NVRസിനൊക്കെ ശരിക്കും AI സപ്പോർട്ട് ചെയ്യുന്ന ഡ്രൈവുകൾ തന്നെ കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ Seagate ഒക്കെ AI എന്ന് പറഞ്ഞിട്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയതുകൊണ്ട് Seagate AI എന്ന് പറഞ്ഞിട്ട് ഹാർഡ് ഡ്രൈവുകൾ ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ പർപ്പിൾ പ്രോ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ DVR അല്ലെങ്കിൽ NVR AI സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു AI DVR വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മളെപ്പോഴും ഹാർഡ് ഡ്രൈവ് ചൂസ് ചെയ്യുന്ന സമയത്തും AI സപ്പോർട്ട് ചെയ്യുന്ന ഡ്രൈവുകൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുകൂടാതെ തന്നെ ഡ്രൈവുകൾ തന്നെ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ബേസിക്കായിട്ട് വരുന്ന എല്ലാ സർവൈലൻസ് ഹാർഡ് ഡിസ്കുകളും മാക്സിമം 32 ക്യാമറാസാണ് സപ്പോർട്ട് ചെയ്യുക. അതായത് മാക്സിമം 32 ക്യാമറ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു DVRൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ക്യാമറകൾ അത് ഹാൻഡിൽ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ബേസിക് ആയിട്ടുള്ള സർവൈലൻസ് ഹാർഡ് ഡിസ്കിനുണ്ട്. പക്ഷേ 32ന് മുകളിൽ പോകുന്ന സമയത്ത് ഈ കമ്പനികൾ തന്നെ വേറെ സീരീസാണ് അവർ ഹാർഡ് ഡ്രൈവുകൾ ഇറക്കുന്നത്. അത് 64 ക്യാമറ വരെ സപ്പോർട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഹാർഡ് ഡ്രൈവുകളാണ്. അത് കഴിഞ്ഞാൽ 128 ക്യാമറകൾ സപ്പോർട്ട് ചെയ്യുന്ന ഹാർഡ് ഡ്രൈവുകൾ, അങ്ങനെ പല സീരീസുകളായിട്ട് സർവൈലൻസ് ഹാർഡ് ഡ്രൈവുകൾ ഇറക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മാക്സിമം ആൾക്കാരും യൂസ് ചെയ്യുന്ന ഇപ്പോൾ വീടുകളിലാണെങ്കിലും ഷോപ്പുകളിലാണെന്നെങ്കിൽ മാക്സിമം 32 ചാനൽസ്. അപ്പോൾ 32 ചാനൽസിനൊക്കെ സാധാരണ നമ്മുടെ ബേസിക് ആയിട്ടുള്ള വരുന്ന സർവൈലൻസ് ഹാർഡ് ഡിസ്കുകൾ മതിയാവും. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞതാണ്, അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു സിസ്റ്റമൊക്കെയാണ് ചെയ്യുന്നത്, 100 ക്യാമറ ഒക്കെ ചെയ്യുന്ന NVRs ഒക്കെ യൂസ് ചെയ്തിട്ട് വലിയ ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ഹാർഡ് ഡ്രൈവുകൾ നോക്കി നമ്മൾ പർച്ചേസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിലേയും അതുപോലെ റെക്കോർഡിങ്ങിൽ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനികൾ തന്നെ ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്കുകൾ അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞതിൽ നിന്ന്
നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എപ്പോഴും ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ CCTV സിസ്റ്റത്തിലേക്ക് നമ്മൾ സർവൈലൻസ് ഹാർഡ് ഡിസ്ക് തന്നെ ഉപയോഗിക്കണമെന്നുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പലർക്കും ഇത് ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എങ്കിൽ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.